കേരള രാഷ്ട്രീയത്തിലെ യുവശബ്ദങ്ങളിൽ പ്രധാനിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ മണ്ഡലമായ പാലക്കാട് മടങ്ങിയെത്തുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ജനുവരി 11-ന് മൂന്നാം ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയുടെ ഭാഗമായി മണ്ഡലത്തിൽ സജീവമാകുന്നത്. മണ്ഡലത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങാനാണ് MLAയുടെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ അറസ്റ്റ്. മൂന്നാമതൊരു യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. രാഷ്ട്രീയ പ്രേരിതമാണ് നീക്കങ്ങളെന്ന് രാഹുലും കോൺഗ്രസ് നേതൃത്വവും വാദിക്കുമ്പോഴും പോലീസും പരാതിക്കാരെയും ഉന്നയിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ അറസ്റ്റിനെ തുടർന്ന് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പരിപാടികളിലും ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ നിയമപരമായ കടമ്പകൾ താൽക്കാലികമായി മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും പൊതുവേദിയിൽ എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിയമ നടപടികൾ അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഗൗരവകരമായ തലത്തിലേക്ക് നീങ്ങുകയാണ്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തുവെന്ന കേസിലായിരുന്നു നേരത്തെ ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഇപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇവയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെയുള്ളവരെ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതികൾ നിലവിലുണ്ടെന്നും ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഹർജിയിൽ പറയുന്നു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് നടത്തിയ പരാമർശങ്ങൾ ഒരു മിനി വിചാരണയ്ക്ക് തുല്യമാണെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. അന്വേഷണം പൂർത്തിയാക്കാത്ത ഘട്ടത്തിൽ ഇത്തരം നിരീക്ഷണങ്ങൾ പാടില്ലായിരുന്നുവെന്നാണ് വാദം. സ്വാധീനശക്തിയുള്ള ജനപ്രതിനിധിയായ രാഹുൽ പുറത്തിറങ്ങുന്നത് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. വിവാദങ്ങളും കേസുകളും ഒരു വശത്ത് നടക്കുമ്പോഴും വികസന നായകരായി ജനങ്ങൾക്കിടയിൽ നിൽക്കാനാണ് രാഹുലിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് മണ്ഡലത്തിൽ തന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മത്തിനായി അദ്ദേഹം എത്തിയത്. ഭവനരഹിതർക്കായി MLAയുടെ പ്രത്യേക താൽപര്യപ്രകാരം നടപ്പിലാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണമാണിത്. ഈ ചടങ്ങ് കേവലം ഒരു ഔദ്യോഗിക പരിപാടി എന്നതിലുപരി തന്റെ അണികളെയും വോട്ടർമാരെയും താൻ ഇപ്പോഴും സജീവമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു വേദിയായും രാഹുൽ ഉപയോഗിക്കുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും വൻ ജനക്കൂട്ടവും ഈ ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ ഊർജ്ജമാണ് നൽകുന്നത്. വരും ദിവസങ്ങളിലെ മണ്ഡലത്തിലെ മറ്റ് പ്രവർത്തന വികസന പദ്ധതികളുടെ അവലോകന യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാലക്കാട്ടെയും കേരളത്തിലെയും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭരണപക്ഷമായ LDFും പ്രതിപക്ഷമായ UDFും ഈ വിഷയത്തിൽ നേർക്കുനേർ പോരാടുകയാണ്. രാഹുലിനെതിരെയുള്ള കേസുകൾ സർക്കാർ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണിതെന്ന് ഭരണപക്ഷം തിരിച്ചടിക്കുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും മറ്റും ഈ വിവാദം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ തന്റെ പ്രസംഗ ശൈലി കൊണ്ടും നിലപാടുകൾ കൊണ്ടും വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിട്ടുള്ള താരമാണ്. എന്നാൽ ബലാത്സംഗം പോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിട്ടുമുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ അദ്ദേഹം കരകയറുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സജീവമായിക്കൊണ്ട് തന്നെ പൊതുപ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വരും ആഴ്ചകൾ അത് നിർണായകമാണ്. സുപ്രീം കോടതിയിലെ വിധി എപ്രകാരമായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ. നിയമപരമായ വെല്ലുവിളികൾ ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും പാലക്കാട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്റെ രാഷ്ട്രീയ തറവാട് ഭദ്രമാക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. താക്കോൽദാന ചടങ്ങോടെ പുനരാരംഭിച്ച ഈ രണ്ടാം വരവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും. പാലക്കാട് മണ്ഡലത്തിന് സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭവനരഹിതർക്കായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മാണ പദ്ധതിക്ക് പുറമെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും കാതലായ മാറ്റങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ വികസന ഫണ്ട് വഴി സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക ലാബുകളും സജ്ജീകരിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലിങ്ക് റോഡുകൾ നവീകരണവും പാലങ്ങളുടെ നിർമ്മാണവും MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്നു. കൂടാതെ പാലക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായുള്ള മാസ്റ്റർ പ്ലാൻ ചർച്ചകളും സജീവമാണ്. ശുദ്ധജല ദൗർബല്യം നേരിടുന്ന മേഖലകളിൽ പുതിയ കുടിവെള്ള പദ്ധതികൾ എത്തിക്കാനും നിലവിലുള്ളവ നവീകരിക്കാനും ജലവിഭവ വകുപ്പുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. യുവജനങ്ങൾക്കായി സ്പോർട്സ് ഹബ്ബുകളും കരിയർ ഗൈഡൻസ് സെന്ററുകളും സ്ഥാപിക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. നിയമപരമായ പ്രതിസന്ധികൾക്കിടയിലും മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥതല ചർച്ചകളും അവലോകന യോഗങ്ങളും വരും ദിവസങ്ങളിൽ അദ്ദേഹം നടത്തുന്നുമുണ്ട്. ചുരുക്കത്തിൽ തന്നെ മണ്ഡലത്തെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റാനുള്ള വികസന രേഖയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്.